അല്പസമയം ചിന്തയ്ക്കായി ഈ പ്രഭാതത്തിൽ യിരെമ്യാവിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ല താനും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. എന്നാൽ ഇതിന്റെ 1-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ യിരെമ്യാവിനെ വിളിക്കുന്നത് സ്തോത്രം. എന്നാൽ 11-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവന്റെ ദർശനം, 15-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ യഹൂദയ്ക്ക് വിരോധമായുള്ള അവന്റെ ദൂത്, 17-ാമത്തെ വാക്യം മുതൽ തീർത്തുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം അവനെ സഹായിക്കുമെന്ന് വാഴ്ത്തത്വം ചെയ്യുന്നത്. അപ്പോ യഹൂദയ്ക്ക് വിരോധമായി ദൂത് പറഞ്ഞ യിരെമ്യാവിനെ തകർത്ത് കളയുവാൻ അഥവാ കൊന്നുകളയുവാൻ ഒരു ഗ്രൂപ്പ്, ഒരു യുദ്ധക്കളം യിരെമ്യാവിന് ഒരുക്കുകയാണ്. അപ്പോഴാണ് 17-ാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവന് ഉറപ്പ് കൊടുക്കുക: യിരെമ്യാവേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേ. ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്ന ഒരു വാഴ്ത്തത്വം കൊടുക്കുകയാണ്. ഞാൻ നിന്നെ എന്ത് ചെയ്യാം? സഹായിക്കാം. ഈ ഭൂമിയിൽ ആരും സഹായിക്കില്ല എന്ന് ഉറപ്പിച്ച ഒരു മനുഷ്യനാണ്. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ വായിച്ചു കേട്ട, ദർശനം പറഞ്ഞ, ദൂത് പറഞ്ഞ യിരെമ്യാവ്. സോദരൻ, കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മാറിപ്പോയി. ആമേൻ. എല്ലാവരും അവരുടെ ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. പക്ഷെ യിരെമ്യാവിനെയാണ് ദൈവം വിളിച്ചത്. ഇന്ന് പകലിൽ നിന്റെ കൂടെ ഉള്ളവരെല്ലാം നിന്നെ പഴിച്ചിട്ട്, നിന്നെ ദുഷിച്ച് അവരെല്ലാം ഓടിപ്പോകും. പക്ഷെ വിളിച്ചത് യിരെമ്യാവിനെയാണ്. യിരെമ്യാവിനെ വിളിച്ച ദൈവം പറയുകയാണ്: യിരെമ്യാവേ, ഞാൻ നിന്നെ എന്ത് ചെയ്യാം? സഹായിക്കാം. പ്രൈസ് ദി ലോർഡ്. സഹായിക്കാമെന്ന് പറഞ്ഞത്, ആമേൻ, സഹായിക്കാൻ കഴിവില്ലാത്തൊരു ദൈവം ഒരു ഭംഗി വാക്ക് പറഞ്ഞതല്ല. നിന്റെ എല്ലാ മേഖലകളിലും ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. അതിന്റെ 8-ാമത്തെ വാക്യം പറയുന്നത്, നീ അവരെന്ത് ചെയ്യരുത്? പേടിക്കരുത്. നോക്കിക്കേ, അവിടെ നമുക്കറിയാം 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. ആമേൻ. യിരെമ്യാവിനെ വിളിക്കുന്നത്, ആമേൻ, യിരെമ്യാവിന്റെ വിളിയാണ് 1-ാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ. ആമേൻ. യഹൂദ രാജാവിന്റെ മേലുള്ള ദൂത് പറയാൻ പ്രാപ്തിയുള്ള ഒരു മനുഷ്യനാണ് ഇവിടെ, ആമേൻ, പേടിച്ചിരിക്കുന്നത്. പേടിച്ച് കർത്താവ് പറയുക: നീ പേടിക്കരുത്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ആമേൻ. പക്ഷെ അവർ നിന്നോട് യുദ്ധം ചെയ്യും, ഉറപ്പായിട്ടും യുദ്ധം ചെയ്യും. പക്ഷെ എന്ത് ചെയ്യില്ല? നിന്നെ ജയിക്കില്ല. കാരണം നീ അവന്റെ റെക്കമെൻഡിലല്ല ഇരിക്കുന്നത്. നീ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് നീ ഇത് ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ സഹായിപ്പാൻ ഞാൻ ഇന്ന് പകൽ നിന്റെ അടുത്തിറങ്ങി വരും. ദൈവവൈതലേ, ഈ ഭൂമിയിലെ മനുഷ്യനെല്ലാം ആമേൻ സ്വന്തം ബുദ്ധിക്കൂന്നി സ്വസ്നേഹികളായി തീരുമ്പോൾ, സർവശക്തനായ ദൈവത്തെ നീ വിശ്വസിച്ചാൽ നിന്റെ ഏത് ഘട്ടത്തിലും നിന്നെ സഹായിക്കാമെന്ന് പറയാൻ ആമേൻ ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ ഏത് ഘട്ടത്തിലും നിന്നോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരെല്ലാവരും മാറിപ്പോകും. മക്കൾ മാറിപ്പോകും, ഭർത്താവ് മാറിപ്പോകും, ഭാര്യ മാറിപ്പോകും, ബന്ധുക്കളെല്ലാം മാറിപ്പോകും. എന്തിനേറെ ജന്മം തന്ന പിതാവ് വരെ എന്ത് ചെയ്യും? മാറിപ്പോകും. പക്ഷേ മാറിപ്പോകാത്തൊരു ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ അടുത്തുണ്ട്. അതാ ഇവിടെ പറഞ്ഞത്. ആമേൻ. അവർ നിന്നോട് യുദ്ധം ചെയ്യുമെങ്കിലും അവർ നിന്നെ ജയിക്കില്ല. ഇന്ന് പകലിൽ യുദ്ധം നീ പേടിക്കണ്ട. നീ അവരെ ആരെയും പേടിക്കണ്ട. നിന്നോട് ഞാൻ പറഞ്ഞ ദൂത് പറയാൻ നീ തയ്യാറായാൽ നിന്നെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വരും. ഇന്ന് പകലിൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. എല്ലാ അഭിഷക്തന്മാരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അഭിഷക്തന്മാരെ ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണം, അത്ഭുതം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.